നമസ്കാരം. സ്വർണത്തിൻ്റെ വില വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ബിസിനസ് മേഖല ഇവിടെ നന്നായിട്ട് വളരുന്നുണ്ട്, നന്നായിട്ട് ബൂം ചെയ്യുന്നുണ്ട്. അതാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി അഥവാ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ് മേഖല. കഴിഞ്ഞൊരു 2-3 മാസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം ഇത്തരത്തിൽ ഇമിറ്റേഷൻ ജ്വല്ലറി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി വിൽക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പേജസ് വന്നിട്ടുണ്ട്. കൂടുതൽ ഇൻസ്റ്റാഗ്രാമിനകത്തും യൂട്യൂബിനകത്തും ധാരാളം ആളുകൾ ഇത്തരം മേഖലയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ബിസിനസ് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. നമുക്കറിയാം, ദിയ കൃഷ്ണയുടെ ആ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു, ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അവർ എത്ര ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത്, അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫ്സ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വലിയ പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സാണ് ഈ ഒരു മേഖല എന്നുള്ളത്. ഇത് പലപ്പോഴും വളരെ ഹിഡൻ ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ബിസിനസ് മേഖലയായിരുന്നു. ഇന്ന് ധാരാളം ആളുകൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് എൻ്റർ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് വലിയ എഫേർട്ട് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. കാരണം ഇത് സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഈ ജ്വല്ലറി നോർത്ത് ഇന്ത്യയിൽ നിന്നോ മറ്റോ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് അത് കസ്റ്റമൈസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വിൽക്കാൻ കഴിയുന്നൊരു രീതിയാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡ് വെച്ചുകൊണ്ട് നമുക്ക് വിൽക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ബ്രാൻഡ് വെച്ചുകൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കും, കസ്റ്റമൈസ് ചെയ്തിട്ടോ അല്ലാതെയോ. അതുകൊണ്ട് തന്നെ വലിയ പ്രോസസ്സോ മറ്റു കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ നിക്ഷേപത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയായിട്ട് ഇത് മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ വേണ്ടുന്നത് ഇത് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഒരു ബ്യൂട്ടി സെൻസാണ്. ഈ ബ്യൂട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് റൺ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, നഷ്ടക്കച്ചവടമായിരിക്കും. ബ്യൂട്ടി മേഖലയിൽ അത്യാവശ്യം നല്ലൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് ഓരോ ഓർണമെൻറ്റ്സിൻ്റെ ആ ഒരു ടൈപ്പിൻ്റെ രീതി, ആ ഡിസൈനിൻ്റെ പേര്, ഒപ്പം തന്നെ അത് ഏതൊക്കെ സന്ദർഭത്തിലാണ് ധരിക്കേണ്ടത്, അതിൽ ഓരോ സ്റ്റോണിൻ്റെ പ്രത്യേകതകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ധാരണയുള്ള ആ ഒരു ബ്യൂട്ടി സെൻസിലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഇവിടെ നിക്ഷേപം കുറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് വിൽക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്കിന്ന് സൗജന്യമായിട്ട് അവൈലബിൾ ആണെന്നുള്ളതാണ്. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പം ഇവിടെ ഓൾറെഡി അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗും അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത്തരം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു പേജ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽസ് തമ്മിൽ അല്ലെങ്കിൽ പേജസ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാം. അതല്ല, ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആദ്യമായിട്ടാണ്, അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ആ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പോസ്റ്റിനെ അത്യാവശ്യം നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും, നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് കഴിയും. അതുവഴി കച്ചവടം നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്, ഒന്ന്, ട്രെൻഡ് മാറുന്നത് കൃത്യമായിട്ട് അറിയണം. ഫാഷനെക്കുറിച്ച്, ബ്യൂട്ടിയെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു സെൻസ് വേണം. രണ്ടാമത്തേത്, നല്ല രീതിയിലുള്ള കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള മാർക്കറ്റിംഗ് പല രീതിയിൽ നമുക്കിതിൽ ചെയ്യാം. പക്ഷേ കോണ്ടന്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയണം, നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയണം, നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിയണം. അത്തരത്തിലുള്ള സ്കില്ലുകളും കൂടി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ലൈസൻസിങ്ങിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ലൈസൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാൽ ഈ ജ്വല്ലറി മേഖല നമുക്കറിയാം വലിയ പ്ലേയേഴ്സ് പ്ലേ ചെയ്യുന്ന ഒരു മേഖലയാണ്, അല്ലേ? വലിയ ആൾക്കാർ പ്ലേ ചെയ്യുന്ന മേഖലയാണ്. അവിടെ അവർക്കൊരു മേജർ ബ്രാൻഡ് ഉണ്ടാവും, എന്നാൽ അവർക്ക് കുറേ സബ് ബ്രാൻഡുകളും ഓരോ കാറ്റഗറി പ്രോഡക്റ്റുകൾക്കും അവർ ഓരോ പേരിട്ടിട്ടുണ്ടാവും. ആ പേര് ലീഗലി പ്രൊട്ടക്റ്റഡ് ചെയ്തിട്ടുമുണ്ടാവും. അപ്പം ഒരുപക്ഷെ ഇത് അറിയാതെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി, ഒപ്പം തന്നെ ഈ പ്രോഡക്റ്റുകൾക്ക് ഈ പേര് തന്നെ ബ്രാൻഡായിട്ട് കൊടുത്ത് ബിസിനസ് ആരംഭിക്കുന്നു. ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്തായിരിക്കും ബുദ്ധിമുട്ട് നേരിടുന്നത്. അതായത് ഈ പേരിൽ മറ്റൊരു സ്ഥാപനം ഓൾറെഡി ഉണ്ടെന്ന് അറിയുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു ലീഗൽ നോട്ടീസ് വരുന്നു, ഈ ബിസിനസ് നിങ്ങൾ നിർത്തണം, നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഈ പേരിൽ മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് നിങ്ങളെക്കാളും കൂടുതൽ കച്ചവടം അവരുണ്ടാക്കുന്നു, അവർ ആ പേരിൽ ഉള്ളൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നു. ഇത്തരത്തിലുള്ള കേസസ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു മാസമായിട്ട് നമുക്ക് ഡെയിലി 1-2 എൻക്വയറീസ്, ട്രേഡ് മാർക്ക് എൻക്വയറീസ് ഈ പറയുന്ന ഈ
ജ്വല്ലറി ബിസിനസ്, ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. ഇവിടെയുള്ളൊരു വിഷയം, നിങ്ങൾ കൊമേഴ്സ് വഴി ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജോ യൂട്യൂബോ അല്ലാന്നുണ്ടെങ്കിൽ ആമസോണോ വാട്ട് എവർ ഇറ്റ് ഈസ്, കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അത് ലോകമെമ്പാടും വിസിബിൾ ആണ് അല്ലേ? നിങ്ങളിപ്പം എടപ്പള്ളിയിൽ ഒരു ചെറിയൊരു കട എടുത്തിട്ട് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എടപ്പള്ളിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതിനപ്പുറത്തൊരു റീച്ച് ഇല്ല. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഇത് ലോകമെമ്പാടും അറിയും, വലിയ പ്ലേയേഴ്സ് അറിയും, ചെറിയ പ്ലേയേഴ്സ് അറിയും, എല്ലാവരും നിങ്ങളുടെ ബ്രാൻഡ് കാണും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രാൻഡ് മറ്റേതെങ്കിലും ബ്രാൻഡുമായിട്ടൊരു സാമ്യം വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് അവരൊരുങ്ങും. കാരണം സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് നെയിം ഇടുന്നു, ആ ബ്രാൻഡ് നെയിമിൽ മറ്റൊരാൾ മറ്റൊരു സ്ഥലത്തൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന അതേ കാറ്റഗറി ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരേണ്ട ബിസിനസ് എല്ലാം അവർക്ക് പോകുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ വരും. ഇത് തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത്. അപ്പം എപ്പോഴും ഇത്തരത്തിൽ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി അല്ലെന്നുണ്ടെങ്കിൽ വാട്ടെവർ നിങ്ങൾ കൊമേഴ്സിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ പേര് ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം ക്ലാസ്സുകളിലാണ് നമ്മൾ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, വെറുതെ ഒരു പേരും ലോകവും ഒരുമിച്ചിട്ട് ഒരു ക്ലാസ്സിനകത്ത് കയറിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമോ? നിങ്ങൾ ലീഗലി സേഫ് ആണോ? അല്ല. ശ്രദ്ധിക്കുക, ജ്വല്ലറി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ, അത് വരുന്നത് ക്ലാസ് 14ലാണ്. ജ്വല്ലറി, ആർട്ടിഫിഷ്യൽ ജ്വല്ലറി, പ്രഷ്യസ് സ്റ്റോൺസ്, ഇത്തരത്തിലുള്ള ഓർണമെൻറ്റ്സ് എല്ലാം വരുന്നത് ക്ലാസ് 14ലാണ്. അപ്പോൾ ക്ലാസ് 14 നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ ഈ പ്രോഡക്റ്റ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിരിക്കും അല്ലേ? ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിന് ഒരു പേര് കൊടുക്കുന്നു, യൂട്യൂബിൻ്റെ പേജിന്, യൂട്യൂബ് ചാനലിന് പേര് കൊടുക്കുന്നു, ഫേസ്ബുക്ക് പേജിന് പേര് കൊടുക്കുന്നു. അപ്പം ഈ പേരെന്ന് പറയുന്നത് ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ പേജിൻ്റെ പേരാണ്, റൈറ്റ്? ഇതിനകത്ത് വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ പേരും ഒരുപക്ഷെ സെയിം ആയിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഈ പേജിൻ്റെ പേര് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് വരുന്നത് ക്ലാസ് 14ലല്ല, അത് വരുന്നത് ക്ലാസ് 35ലാണ്. റീറ്റെയിൽ, ഹോൾസെയിൽ, കൊമേഴ്സ് എന്ന് തുടങ്ങുന്ന ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിനകത്താണ്, ക്ലാസ് 35കകത്താണ് ആ പേജിൻ്റെ പേര് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് 35ലും അപ്ലൈ ചെയ്യണം, റൈറ്റ്? അപ്പോൾ ക്ലാസ് 14ലും അപ്ലൈ ചെയ്യണം, ക്ലാസ് 35ലും അപ്ലൈ ചെയ്യണം. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? മൊത്തത്തിലൊരു കോമ്പോസിറ്റ് മാർക്കായിട്ട് പേരും ലോഗവും ഒരുമിച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതിയോ? തൽക്കാലം നിങ്ങൾക്കത് മതിയെന്ന് തോന്നാം. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ ലോഗോ ഉണ്ടല്ലോ, ആ ലോഗോ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ലോഗോ ഉണ്ടല്ലോ, ഐക്കൺ ഉണ്ടല്ലോ, ആ റൗണ്ട് നിങ്ങൾ പ്രൊഫൈലിൽ കൊടുക്കുന്ന ആ ഒരു ഐക്കൺ, ആ ഐക്കൺ എന്താണോ അതിനെ നിങ്ങൾ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്രാൻഡ് നെയിം എന്താണോ അതിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ ഐക്കൺ നിങ്ങൾ ഡിവൈസ് മാർക്കായിട്ടും ബ്രാൻഡ് നെയിമിനെ നിങ്ങൾ വേർഡ് മാർക്കായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതും 2 ക്ലാസ്സിലും ചെയ്യുക. അപ്പോൾ മൊത്തം 4 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. തുടക്കത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആപ്ലിക്കേഷനെങ്കിലും നിങ്ങൾ ഫയൽ ചെയ്യുക. കാരണം ഞാൻ എന്തുകൊണ്ട് ആ ഒരു ഐക്കണും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു സാധനം അല്ലേ, ആ ഒരു ഐക്കൺ. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കോപ്പി ചെയ്തിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഇത് വലിയ പൊട്ടൻഷ്യൽ ഒരു ബിസിനസ്സാണ്. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന, നല്ലൊരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഒരുപക്ഷെ തുടക്കത്തിൽ കിട്ടിയെന്ന് വരത്തില്ല, തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് വ്യൂസൊക്കെ കിട്ടിയെന്ന് വരത്തുള്ളൂ. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല പ്രൊഡക്ട്സ് ആണ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്, കാണാൻ ഭംഗിയുള്ള പ്രൊഡക്റ്റാണ്, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് എന്നുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആ ബിസിനസ്സിന് ഉണ്ടാവും. അപ്പം ആ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ആ ഗ്രോത്തിൻ്റെ പേരിൽ നമുക്ക് ബുദ്ധിമുട്ട് വരരുത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് ഇഷ്യൂസ് വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്ലാസ്സുകളിലെല്ലാം ഞാൻ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇമിറ്റേഷൻ ജ്വല്ലറി മാത്രമല്ല ചെയ്യുന്നത്, അതിനകത്ത് ഈ ഹാൻഡ് ബാഗ്സ്, വാളറ്റ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ് 18 നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഷൂസും സാൻഡിൽസ്, ചെരുപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 25ൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അപ്പം നിങ്ങൾ എന്തെല്ലാം പ്രൊഡക്റ്റുകളൊക്കെയാണോ ആ ഒരു കൊമേഴ്സ് സൈറ്റ് വഴി നിങ്ങൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് വെച്ചുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നത്, അത് ഏത് ക്ലാസ്സിൽ വരുന്നോ ആ ക്ലാസ്സിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കരുത്. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കോൾ, ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം.
അവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 1000 അതിന് താഴെ എന്തോ ഫോളോവേഴ്സേ അവർക്ക് ആയിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിനകത്ത്. അവരൊരു പേരിട്ടു. അപ്പോൾ പേരിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചു. അപ്പോൾ ഓൾറെഡി അത് ഉണ്ടെന്ന് പറഞ്ഞത് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം അവരത് വീണ്ടും ചോദിക്കുകയാണ്, ഇതെന്തെങ്കിലും പോകുമ്പോഴേ, കാര്യം ഞങ്ങളിപ്പോൾ പേരിട്ടതേ ഉള്ളൂ, ഇനിയിപ്പോൾ ഇത് മാറ്റാൻ കഴിയത്തില്ല. ഇപ്പോൾ പേരിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ മാറ്റാമല്ലോ, അധികം ആൾക്കാർ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേര് വെച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ നോക്കുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു പേരിൽ ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യാം. പേരിന് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും. അപ്പോൾ അവർ കുറേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പക്ഷേ സ്റ്റിൽ അവർ പേര് മാറ്റാനായിട്ട് തയ്യാറായില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ല. ഒരുപക്ഷെ നാളെ അവർ ലീഗൽ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരാം. ആ ഭാഗത്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ പേരുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ട്രേഡ് മാർക്ക് ഏജൻറ്റാണ് ഞാനെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ലീഗലി മൂവ് ചെയ്യുന്നുണ്ടാകും. കാരണം ഇവർ ചെയ്യുന്നത് പക്ക ട്രേഡ് മാർക്ക് നിയമലംഘനമാണ്, ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് അല്ലേ. കാരണം മറ്റൊരു ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ടാണ് ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ബ്രാൻഡിന് കിട്ടേണ്ട റെപ്യൂട്ടേഷനാണ് ഇവർക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് ലീഗലി മൂവ് ചെയ്യാനായിട്ട് എല്ലാ റൈറ്റ്സും ഉണ്ട്. വലിയൊരു നഷ്ടപരിഹാരം ഇവരിൽ നിന്നും അവർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെറിയ കേസ് അല്ല എന്നുള്ളത് മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ, ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല ബിസിനസ്സാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് കഴിയും. എല്ലാ ആശംസകളും. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.